അമ്മായിമ്മ കാരണം ചെക്കൻ പെണ്ണിനെ കാര്യം ഒഴിവാക്കാൻ നിൽക്കേന്ന്. ആ പെണ്ണിന് പടച്ചോന് നല്ല ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. പാപ്പാക്ക് വിളിച്ചാൽ വാപ്പ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ ഓളമ്മാന്റെ അടുത്ത് കൊണ്ടായി കൊടുത്താളീന്ന്. ഓളെ പ്രശ്നമല്ല, ഓൾക്ക് 20 വയസ്സായിട്ടുള്ളൂ. ഓളമ്മയാണ് പ്രശ്നം. ഉമ്മാന്റെ പ്രായം 42ആണ്. ബാപ്പ അമ്മോസങ്ങൾക്ക് പ്രായം 50 വയസ്സ്. പ്രവാസിയാണ്, പച്ച പാവാണ് അത്ര. കാരണം നാട്ടിൽ ലീവിന് വന്നാലൊക്കെ ഈ അമ്മായിമ്മ എടുത്ത പൈസ കൊടുക്കല്. ഒരു ദിവസം മകളേക്കാൾ കൂടുതലായിട്ട് മരുവായിട്ട് ചാറ്റ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ കിറുകിറാക്കുക. അതുപോലെ ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് മോളോട് പറയത്രേ, മോളെ ഇജ്ജ് അവിടുത്തെ വേലക്കാരി ഇല്ലട്ടോ, ഇവിടുത്തെ പണിക്കാരത്തില്ലട്ടോ, ഇജ്ജ് അവിടുത്തെ വീട്ടുവേല ചെയ്യണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്ക ഇങ്ങനെ കരയാ. വണ്ടി ഹൗസ് ഡ്രൈവറാണ് ഇവിടെ മലാസിൽ. ഹൗസ് ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ കരഞ്ഞപ്പോ കഫീൽ ചോദിച്ചാണ് എന്താണ് എന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറയാണ്, ഞാൻ കാര്യം ചോദിക്കാൻ നിൽക്കണം, ഇന്നെ എക്സൈറ്റ് അടിച്ച് തന്നേക്കെന്ന് പറഞ്ഞപ്പോ നല്ല കഫീല് പറഞ്ഞ് എന്റെ വൈഫിനെ കൊണ്ട് കൊണ്ടുവരുന്നത്. ഞാൻ ആ റൂമിൽ ഇന്നലെ പോയി സ്പ്രേ കൊടുക്കാൻ പോയത് ഊതാണ് അടിച്ചിക്കണത്. കവർ പോലുള്ള റൂമാണ് ചില ഹൗസ് ഡ്രൈവർമാരുടെ റൂം. എല്ലാവരും അല്ലട്ടോ, അതിലേക്ക് കൊണ്ടുവരണത്. നല്ല കഫീല്, കാര്യം ഒഴിവാക്കണ്ട, തലാക്ക് ചെല്ലണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇവനോട് വൈഫിന് ഏടത്തിണ്ട്, അപ്പൊ അങ്ങനെ വിടൂല, അളിയാൻ വിടൂല, ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത്. ചെക്കൻ ഭയങ്കര പാവാണ്. ചെക്കൻ ഡിപ്രഷൻ വന്നിട്ടുണ്ട്, ചെക്കൻ കരഞ്ഞിട്ട് കണ്ണ് കലങ്ങിക്കണ്. എന്റെ പൊന്നാരിന് വൃത്തിയായിട്ട് അമ്മായിമാരെ, നിങ്ങളിവിടെ ജനിച്ച് വളർന്നില്ലേ, ഭൂമിയിൽ പെണ്ണായി ജനിച്ച് മകളായിട്ട് വളർന്ന് മറ്റൊരു ഭാര്യ ജീവിക്കുമ്പോ നിങ്ങളെ മക്കളെ രണ്ടാം കെട്ടിനാക്കരുതിട്ടോ. നല്ല തണ്ടും നേടി ചെക്കന്മാരാണ്. ഇനി കല്യാണം കഴിഞ്ഞോട്ട് നിങ്ങളെ മക്കളെ കാലിന്റെ ഇടയിൽ പാവാടോട് വളർത്താൻ നിൽക്കണോ? ചെക്കന്മാര് തലടിച്ച് പൊട്ടിക്കോട്ടോ. വൃത്തിയായിട്ട് സ്വഭാവങ്ങൾ മാറ്റിക്കോ നിങ്ങള്.